ശ്രീലേഖ IPS അവര് മേയറാവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കടുത്ത നിരാശയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു. കൃത്യമായിട്ട് അവർ പ്രതികരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു DGP ആയിരുന്ന ആൾക്ക് ഒരു മേയറാവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ നിരാശ വരുമോ സർ? ഒരിക്കലുമില്ല. ഒന്നാമത് ശ്രീലേഖയെ പോലെ ഒരാൾ, കേരളത്തിലെ ആദ്യകാല വനിതാ IPS ഓഫീസേഴ്സ്, അങ്ങനെ ഒരു വലിയ ബഹുമതി നേടിയ, കേരളത്തിലെ ഓരോ പെൺകുട്ടിക്കും മാതൃകയാവുന്ന ഒരു വ്യക്തിത്വമാണ് അവർ. 1960 ജനിച്ചത്. വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന് അവരുടെ കഷ്ടപ്പാടിൻ്റെ കഥകളൊക്കെ പലപ്പോഴും ചില വീഡിയോസിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അവർ വെറുതെ ഒന്നുമല്ല, ഒന്നാം തരമായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് ഉയർന്ന ഒന്നാണ്. NSSൻ്റെ കോളേജിൽ ഒരു ടീച്ചർ പോസ്റ്റിലേക്ക് നോക്കുമ്പം അന്ന് പൈസ ചോദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുത്തൊക്കെ അവരൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ആദർശമുണ്ട്, കൊടുക്കാൻ അങ്ങനെ പൈസയില്ല. എന്നിട്ട് വീണ്ടും കഷ്ടപ്പെട്ട് പഠിച്ച് അവർ IPS എടുത്തു. ഒരു വ്യക്തി IPS എടുത്ത് പോലീസ് ഫോഴ്സിൽ തലപ്പത്തൊക്കെ ചെന്ന ഒരാൾക്ക് രാഷ്ട്രീയത്തിലെ ഒരു മേയർ പോസ്റ്റ് എന്ന് പറയണ ഒന്നിനോടൊന്നും അവർക്കങ്ങനെ മമതയൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ചിന്തിക്കുക, ഓക്കെ നിങ്ങളൊരു പൊളിറ്റിക്കൽ അംബീഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലതുണ്ടാവും. അവർക്കൊരു പൊളിറ്റിക്കൽ അംബീഷൻ ഉണ്ടെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. BJP അവർക്ക് ഇഷ്ടമാണ്, മോഡി അവർക്ക് ഇഷ്ടമാണ്, BJPയുടെ നയങ്ങൾ ഇഷ്ടമാണ്. അതുകൊണ്ട് BJPയുടെ ഒപ്പം നിന്നു. BJP അവരെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റാക്കി. പിന്നീടൊരു പ്രത്യേക ഘട്ടത്തിൽ അതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, അതായത് അവരെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചു കോർപ്പറേഷനിലേക്ക്. ഇങ്ങനെ ആളെ മത്സരിപ്പിക്കാൻ എന്തായിരിക്കും കാരണം എന്ന് വെച്ചാൽ, ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി മറുവശത്ത് മേയറായിട്ടിരിക്കുന്നു. അവിടെ വളരെയധികം ഉത്തരവാദിത്വ ബോധമുള്ള, ചുമതലാബോധമുള്ള, നല്ല ട്രാക്ക് റെക്കോർഡുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഓഫീസറായിരുന്ന ഒരു വ്യക്തി ആ ആളിനെ മുന്നിൽ വെച്ച് കൊടുക്കുകയാണ്. ഞങ്ങൾക്കിവിടെ പലതും ഉണ്ട്, പകരം ചിലതുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്കും ഈ ഒരു സന്ദേശമാണ് BJP കൊടുത്തത്. ആ സന്ദേശവാഹകയാണ് ശ്രീലേഖ. അവരതിന് തയ്യാറെടുത്താണ് വന്നത്. അല്ലാതെ അവരോട് ഇതിൻ്റെക്ക് BJP പറഞ്ഞിട്ടുണ്ടാവും, ഓക്കെ ഞങ്ങളുടെ മേയർ കാൻഡിഡേറ്റിൻ്റെ അതിനൊക്കെയുള്ള സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ വെച്ചേക്കും ഒരാൾ നിങ്ങളായിരിക്കാം, ആയിക്കോട്ടെ, അതിനെന്താ, സാധ്യതാ ലിസ്റ്റിൽ അവരുണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഇല്ലയെന്ന് അവരും പറയുന്നില്ല. അവരിത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത്. പക്ഷേ അൾട്ടിമേറ്റ്ലി തീരുമാനം എങ്ങനെയാണ്? തീരുമാനം രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനം രാഷ്ട്രീയപരമായിരിക്കും. ആ തീരുമാനം രണ്ട് വിധത്തിൽ വരാം. ഒന്നുകിൽ സ്റ്റേറ്റിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കമ്മിറ്റി അവരൊരുമിച്ചിരുന്ന്, ഇല്ലെങ്കിൽ അവിടുത്തെ കൗൺസിലേഴ്സ് വിജയിച്ചവർ, അവർക്കിടെ ഉണ്ടാവേണ്ട ഒരു തീരുമാനം എന്ന് ഒന്ന്. അല്ലെങ്കിൽ BJPയിൽ കേന്ദ്ര നേതൃത്വം, ഇപ്പോൾ ട്രിവാൻഡ്രം മേയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്റ്റേറ്റിൽ BJP ഇതുപോലെ വിജയം പിടിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വത്തോട് അഭിപ്രായം ചോദിക്കുകയും അവരൊരു നിലപാടെടുക്കുകയും ചെയ്യാം. എന്തായാലും ശ്രീലേഖ പറഞ്ഞത് എന്താണ്? കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തു. അവർ VV രാജേഷിൻ്റെ പേരാണ് പറഞ്ഞത്. രാഷ്ട്രീയമായിട്ട് BJPക്ക് അതാണ് നല്ലത്. അത് ഞാൻ സർവ്വാത്മന അംഗീകരിക്കുന്നു. അതിൽ എനിക്കൊരു പരാതിയില്ല, പ്രശ്നമില്ല. അപ്പോൾ അവർക്ക് പരാതിയോ പ്രശ്നമോ ഇല്ല. എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ, അവരിത് പറയുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ശരിക്ക് അവർ IPS എടുത്ത് ഈ കേരളത്തിലെ പോലീസ് ഫോഴ്സിൻ്റെ തലപ്പത്ത്, അവർ ലോ ആൻഡ് ഓർഡറിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ജയിൽ DGP ആയിരുന്നു. അതെ, ഈ ലെവലിലെത്തിയ ഒരാൾക്ക്, കേരളത്തിലെ പോലീസ് ഫോഴ്സിലെ മുഴുവൻ ആൾക്കാരും സല്യൂട്ട് അടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നഗരത്തിൻ്റെ മേയറാവുക എന്നുള്ളതാണ് അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യം. ഔന്നത്യത്തിൽ ഓൾറെഡി ഇരിക്കുകയാണ്. അവർ റിട്ടയർഡ് ആണെങ്കിൽ പോലും സക്സസ്ഫുൾ ആണ്. ഇതിനപ്പുറം അവർക്കൊന്നും കാണിച്ചു കൊടുക്കാനില്ല. ഇനിയും എന്തെങ്കിലുമൊക്കെ അവർ ചെയ്താൽ ഇതിലും വലിയ സക്സസ് ആയിരിക്കുകയും ചെയ്യും. അതിന് മേയർ തന്നെ ആവണമെന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ IPS ഒക്കെ കഴിഞ്ഞ് ഉന്നതതലമായിട്ടുള്ള ഇതിൽ റിട്ടയർ ചെയ്ത ആൾക്കാർ പല വലിയ കാര്യങ്ങളും ചെയ്യുന്നവർ വേറെയുണ്ട്. അവർക്ക് വേണമെന്ന് വെച്ചാൽ അങ്ങനെ എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ അവർ തുടങ്ങിയിരിക്കട്ടെ. കേരളത്തിലെ ഓരോ സ്ത്രീക്കും മാതൃകയാവുന്ന ഒരു സാധനം അവർക്ക് ചെയ്യാം. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും സാധനങ്ങളോ അങ്ങനെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യാമെന്നേ, അത്രയേ ഉള്ളൂ. BJP ഇരുന്നുകൊണ്ട് സ്വന്തം പൊളിറ്റിക്കൽ അംബീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ, എനിക്ക് എൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾ, ലക്ഷ്യങ്ങൾ, അഭിലാഷങ്ങളും ഇതൊക്കെയാണ്, എനിക്കതിലേക്ക് എത്തിയേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ഒരാളായിട്ട് ഞാൻ അവരെ കാണുന്നില്ല. കാണാനും പറ്റില്ല. അതിനൊക്കെ ഉയർന്ന വില, വിദ്യാഭ്യാസത്തിൻ്റെ വില അവർക്കുണ്ട്, അവരുന്ന സ്ഥാനത്തിൻ്റെ വിലയുണ്ട്. ഒരു ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു പോലീസ് ഫോഴ്സാണ് കേരള പോലീസ് പറയുന്നത്. അതിൻ്റെ തലപ്പത്തിരുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന മുഴുവൻ ഫോഴ്സിനെയാണ്. അങ്ങനെ ആ ഫോഴ്സിൽ ഉന്നത തലത്തിൽ ഇരുന്ന ഒരാൾക്ക് ഒരു മേയർ സ്ഥാനം എനിക്ക് കിട്ടിയില്ല അവരോട് പരിതപിക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല, ഇന്ന് ഞാൻ അവരുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു, ഒരു ചാനലിൽ അവർ ഇൻ്റർവ്യൂ ചെയ്തു. ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്താ ഇന്ന പോലെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അവർ സത്യം പറഞ്ഞാൽ ആ ഒരു ഫ്ലോ ഓഫ് ഇവൻറ്റ്സാണ് അവർ ചാനലുകളോട് കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താണ്, ഞാൻ മേയറായപ്പോൾ, ഇല്ല ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഇന്നൊക്കെയാണ്. ഞാൻ രാഷ്ട്രീയ പാർട്ടി ചേർന്നു, പാർട്ടി എന്നെ വൈസ് പ്രസിഡൻ്റാക്കി, എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷേ പാർട്ടി ആവശ്യപ്പെട്ടു, കൂട്ടത്തിൽ മേയർ കാൻഡിഡേറ്റ് ആകാനുള്ള സാധ്യതയും പറഞ്ഞു. എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല, പക്ഷേ ഞാൻ മത്സരിച്ചു, ഞാൻ വിജയിച്ചു.
BJP രാഷ്ട്രീയമായിട്ടൊരു തീരുമാനമെടുത്തു. അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ ഞാൻ സർവ്വ അംഗീകരിക്കുന്നു. എനിക്കതിൽ പരാതിയില്ല, അതൃപ്തിയില്ല. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ പറഞ്ഞു. എന്നിട്ടും ഇത് പറഞ്ഞ ചാനലിൽ വന്നു, ഞാൻ കണ്ടു. കുറച്ച് കഴിഞ്ഞ് വേറെ ചാനൽ വെച്ച് നോക്കുമ്പോൾ ഇതിലും വലിയ ന്യൂസാണ്. ശ്രീലേഖയ്ക്ക് അതൃപ്തി, ഇപ്പോൾ പാർട്ടി വിട്ടുപോകും, അവർ ഭൂകമ്പം ഉണ്ടാക്കുന്നു. എന്തോന്നായി പറയണം? അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് സത്യസന്ധമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ, തുറന്നു പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ ആ ഇവൻറ്റുകൾ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അതിനകത്ത് അവർ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഒരു സാധ്യതയുണ്ട്, ചിലപ്പോൾ മേയർ കാൻഡിഡേറ്റ് ആക്കും. ഓക്കെ, നേതൃത്വം അങ്ങനെ പറഞ്ഞെങ്കിൽ എന്താ തെറ്റ്? അങ്ങനത്തെ ലിസ്റ്റിൽ സത്യം പറഞ്ഞാൽ 3-4 പേരില്ലേ BJPയിൽ അങ്ങനെ ആക്കേണ്ട ആൾക്കാർ? രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ MR ഗോവിന്ദ് എന്നൊരു വ്യക്തിയുണ്ടല്ലോ, കരമന അജിത്ത് എന്ന ഒരാളുണ്ടല്ലോ, ഇങ്ങനെയുള്ള ആൾക്കാരും അവിടെയുണ്ട്. ചിലപ്പോൾ അവരോടും ഒരു സാധ്യതയിൽ പറഞ്ഞിട്ടുണ്ടാവാം, ആവേണ്ട ആളായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, ശ്രീലേഖയോട് പറഞ്ഞിട്ടുണ്ടാവാം. ഒരു വ്യക്തിയോട് മാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എന്താ? അതിന് കാരണമായിട്ട് ഞാൻ കാണുന്നത് BJP ഒരു മേയർ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. ആയാൽ ഇന്നയാളെ ആക്കുള്ളൂ എന്ന് പറഞ്ഞില്ല. ആണെങ്കിൽ ഒരു വ്യക്തിയോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവൂ. അതാവാത്ത സ്ഥിതിക്ക് അവർ 3-4 ഓപ്ഷൻസ് അവിടെ മുന്നിൽ വയ്ക്കും. ഏത് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ചെയ്യും? ഓപ്ഷൻസ്, ആ ഓപ്ഷൻ മുന്നിൽ വെച്ചിട്ട് അതിലൊരു ഓപ്ഷൻ. ഇത് പാർട്ടിക്ക് അകത്തുള്ള ചില തെരഞ്ഞെടുപ്പുണ്ടാവും. പാർട്ടി ഉന്നത നേതൃത്വത്തോട് ചോദ്യങ്ങൾ ചോദിക്കും, ഇല്ല അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കും. കാരണം നമ്മൾ പാർട്ടി കേന്ദ്ര നേതൃത്വം, ഏതൊരു പാർട്ടി, BJP ആവട്ടെ, CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ മുന്നിൽ ഒരു ലിസ്റ്റ് വയ്ക്കുമ്പോൾ ഒരു 4-5 പേരുടെ പേര് വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരാളെ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് മുമ്പൊരു സ്റ്റെപ്പുണ്ട്. എന്താണത്? ഈ വ്യക്തികൾക്ക് ഇതിന് താല്പര്യമുണ്ടോ എന്ന് അവരോട് ചോദിക്കണ്ടേ? അവർ ഓക്കെ ഞങ്ങൾ റെഡിയാണ്, പാർട്ടി പറഞ്ഞാൽ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാലല്ലേ നേതൃത്വത്തിൻ്റെ ഒരു ലിസ്റ്റും കൊണ്ട് ഇല്ലാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് ശ്രീലേഖയോട് ഒന്ന് പറയുമല്ലോ, അതായത് ഞങ്ങൾ ലിസ്റ്റ് സമർപ്പിക്കും, നിങ്ങളുടെ പേരുണ്ടാവും, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണ്ടേ? പാർട്ടി 4-5 പേരോട് ചോദിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അത് കൂടുതൽ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടാവും. ഫൈനലി ആ ലിസ്റ്റിൽ അപ്രൂവ് ചെയ്യപ്പെട്ടത് VV രാജേഷിൻ്റെ പേരാണ്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം, VV രാജേഷിൻ്റെ പേരാണ് അപ്രൂവ് ചെയ്യപ്പെട്ടത്. VV രാജേഷിൻ്റെ പ്രവർത്തനത്തെ പാർട്ടി അംഗീകരിക്കുന്നു. അതിൽ പാർട്ടിക്ക് മതിപ്പുണ്ട്. ആർക്ക്? കേന്ദ്ര നേതൃത്വത്തിന്. അവരത് സപ്പോർട്ട് ചെയ്തു. ഇക്കാര്യം 100% ശ്രീലേഖ അംഗീകരിക്കുന്നുമുണ്ട്. അവരതിനെ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്, ഇതിങ്ങനെയാണ് സംഭവിച്ചത്, ഞാൻ അതിനൊപ്പമാണ് എന്ന് അവർ തുറന്നു പറഞ്ഞിടത്ത് എല്ലാ വിവാദങ്ങളും യഥാർത്ഥത്തിൽ അവസാനിച്ചു. പക്ഷേ കുറേ മാധ്യമപ്രവർത്തകർക്ക് അതുപോരാ, അവിടെ ഭൂകമ്പമാണ്, ഇവരിത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? സമീപകാലത്ത് ഈ കഴിഞ്ഞ ദിവസം മേയർ സ്ഥാനം ഏറ്റെടുത്തതിന് തൊട്ട് ശേഷം ഉണ്ടായ സംഭവങ്ങൾ ഇടതുമുന്നണിക്ക് ഒരു അടിയായി. ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ഒരു ഭൂരിഭാഗം ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ആൾക്കാരാണ്. അവർക്ക് സഹിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളുണ്ടായി. VV രാജേഷ് എടുത്ത തീരുമാനങ്ങൾ രാഷ്ട്രീയമായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാവണം. വളരെ നല്ല രീതിയിൽ അദ്ദേഹം ആറ്റുകാൽ പൊങ്കാല നടത്താൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ അതിന് മീറ്റിങ്ങും യോഗമൊക്കെ വിളിച്ച് കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നു ഒരു വശത്ത്. മറ്റൊരിടത്ത് ആര്യ രാജേന്ദ്രൻ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് കോർപ്പറേഷൻ അവകാശപ്പെട്ട ബസ്സുകൾ KSRTC അടിച്ചു മാറ്റിയത്. ഈ വിഷയം ആര്യ രാജേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളതാണല്ലോ, അതേ വിഷയം തന്നെയല്ലേ VV രാജേഷ് എടുത്ത് കാണിച്ചത്. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് അതൊരു എന്താ പറയുക, BJPയുടെയോ അല്ലെങ്കിൽ മേയറുടെ മാത്രമായ ഒന്നായിട്ട് മാറുന്നത്? അതിന് മുമ്പിരുന്ന മേയറും CPMൻ്റെ മേയറും ചൂണ്ടിക്കാണിച്ച വിഷയം തന്നെയല്ലേ, അനീതി ചൂണ്ടിക്കാണിച്ചു. ഇത് രാഷ്ട്രീയമായിട്ട് പെട്ടെന്ന് അവർക്കെതിരായിട്ട് വന്നു. അപ്പോൾ ഇപ്പുറത്ത് ഈ മേയർ സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, മേയർക്ക് പ്രശ്നമുണ്ട്, BJP തമ്മിലടിയുണ്ട്. ഇതൊക്കെ കാണിക്കേണ്ട ഒരു ആവശ്യം കുറേ പേർക്ക് വരുവാണ്. അതിനൊക്കെ ഒപ്പം നിന്ന് മാധ്യമപ്രവർത്തകർ തുള്ളുന്നു. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ മാധ്യമങ്ങളെ ഐദർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി, നേരിട്ടോ അല്ലാതെയോ നിയന്ത്രിക്കുന്നത് CPM ആണ്. അതിന് അക്കാര്യത്തിൽ CPMന് നല്ല മിടുക്കുണ്ട്. മാധ്യമങ്ങളെ എഞ്ചിനീയർ ചെയ്യാനും സോഷ്യൽ എഞ്ചിനീയറിങ്ങിനും വളരെ മിടുക്കുള്ള ആൾക്കാരാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇത്രേ പറയാനുള്ളൂ. CPM കീ കൊടുക്കുന്നതനുസരിച്ച് അവരോടും. ദേ ആർ ജസ്റ്റ് റോബോട്ട്സ്. ഇവിടുത്തെ പല മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ്. ആ ഒരു സംസ്കാരം മാത്രമേ അവർ കാണിക്കുന്നുള്ളൂ എന്ന് മാത്രമേ എനിക്കിതിന് തോന്നുള്ളൂ. സ്വതന്ത്രമായിട്ട് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പല പ്രമുഖ ചാനലുകളെക്കാളും ഫാർ ബെറ്ററായിട്ട് ഇവിടെ ഏറ്റവും ഇൻഡിപെൻഡൻ്റായിട്ട് വാർത്തകൾ ഇന്ന് യൂട്യൂബ് ചാനലുകാർ ചെയ്യുന്നുണ്ട്. കുറേ കൂടെ സത്യസന്ധമായ കാര്യങ്ങൾ. അതുപോലൊന്നുമല്ല ഇവർ. ശ്രീലേഖ ഉള്ള കാര്യം പറഞ്ഞിട്ട് പോലും ഒരു ചാനൽ അവരുടെ ഇൻ്റർവ്യൂ എടുത്തു ഇട്ടു. അത് കണ്ടിട്ടെങ്കിലും മറ്റ് ചാനലുകൾ ഇവരുടെ നിലപാട് ഇതാണ്, അതൃപ്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവിടെ പുകയുന്നൊന്നുമില്ല, അവിടെ യാതൊരു പുകച്ചിലും ഇല്ല. ഈ പുകയാൻ പോകുന്ന എന്തെങ്കിലും പൊട്ടിത്തെറിക്കാൻ പോകുമ്പോഴാണല്ലോ അവിടെ സത്യം പറഞ്ഞാൽ ചന്ദനത്തിയുടെ സുഗന്ധം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അഗ്നിപർവ്വതത്തിൻ്റെ ഗന്ധക പുകയല്ല എന്നവർ മനസ്സിലാക്കണ്ടേ? അവർ ക്ലിയറായിട്ട് കാര്യം പറഞ്ഞല്ലോ. പക്ഷേ ഇവർക്ക് മനസ്സിലാക്കാൻ തയ്യാറല്ല. അത് ചില രാഷ്ട്രീയ കളികളാണ്, അതിൻ്റെ പുറകിൽ ദുരുദ്ദേശങ്ങളുണ്ട്.
മാധ്യമധർമ്മത്തിന് വിരുദ്ധമായ ദുരുദ്ദേശങ്ങൾ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് മാത്രമേ പറയാനുള്ളൂ. കേരളം നേരിട്ട് സത്യം കണ്ടതാണ്. ശ്രീലേഖ എന്താ പറയുന്നുള്ളത്? ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് പറയുന്നു ഇത് ഇന്നതാണ്. അവർ വിമർശിക്കുന്നത് ഈ ദുരുദ്ദേശമായിട്ട് പ്രവർത്തിച്ച മാധ്യമങ്ങളെയാണ്. അതവർ വിമർശിച്ചു, മലയാളികൾ ഇത് കാണുകയും ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല.